മലയാളത്തിൻ്റെ മോഹൻലാൽ നമ്മുടെ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേരുന്നു. നരസിംഹം സിനിമയുടെ എക്സ്ക്ലൂസീവ് സ്റ്റില്ലാണിത്. ആശീർവാദ് സിനിമാസ് ലാലേട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ചാണ് ഇന്ന് ഈ ഒരു സ്റ്റില്ല് പുറത്തുവിട്ടിരിക്കുന്നത്. ബബബ സിനിമയുടെ ഡയറക്ടറും അതുപോലെ മമ്മൂക്ക, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ സ്റ്റെൻഡ് സിൽവ എന്നിവരുടെ ഭാഗത്തുനിന്നൊക്കെ ലാലേട്ടന് പിറന്നാൾ ആശംസകൾ വന്നിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ CDP ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ലൊക്കേഷൻ സ്റ്റില്ലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്ന ലൊക്കേഷൻ സ്റ്റില്ലിൽ സ്റ്റെൻഡ് സിൽവനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ടാവും. ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗത്തുനിന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് റിലീസ് ചെയ്യുമെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. കണ്ണപ്പ സിനിമയുടെ ഭാഗത്തുനിന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററും അതുപോലെ ഒരു ടീസറും റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളാണ് ലാലേട്ടൻ ചെയ്യുന്നത്. പേഴ്സണലി കണ്ണപ്പ എന്ന സിനിമയിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. ടീസർ തന്നെ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ജൂൺ 27-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നല്ലൊരു ചിത്രമായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടരും സിനിമയുടെ ഇന്നലത്തെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ 1,06,00,000 അങ്ങനെ 26 ദിവസത്തെ തുടരും സിനിമയുടെ കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് 112,51,00,000. ആശീർവാദ് സിനിമാസ് തിയേറ്റർ സ്റ്റാർട്ടിങ് ചെയ്ത 3 മാസങ്ങളാണ്. ഓഗസ്റ്റ് 28, അതുപോലെ ഒക്ടോബർ, ഡിസംബർ. ഓഗസ്റ്റ് 28-ന് ഓണം റിലീസായിട്ട് എത്തുന്ന ലാലേട്ടൻ്റെ സിനിമ ഹൃദയപൂർവ്വമാണ്. അതുപോലെ ഒക്ടോബറിൽ എത്തുന്ന സിനിമ ഋഷഭയാണ്. ഡിസംബറിൽ ഏത് ചിത്രമാണ് ചാർട്ട് ചെയ്യുന്നതെന്ന് ഇതുവരെയും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ വരാനിരിക്കുന്ന റാം എന്ന സിനിമയായിരിക്കും ഡിസംബറിൽ എത്തുക എന്ന് റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. റാം സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട്. അതിനി എന്ന് തുടങ്ങുമെന്ന കാര്യത്തിനും ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഗോകുലം മൂവീസ് സിനിമയുടെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും സിനിമയുടെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുള്ളൂ. ഹൃദയപൂർവ്വത്തിന് ശേഷം MMN, ജയിലർ 2, ബബബ എന്നീ സിനിമകളാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ. അമൽ നീരദ് ലാലേട്ടൻ പടം തുടങ്ങുന്നത് ഒക്ടോബറിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പായിട്ട് ലാലേട്ടൻ ഒരു സിനിമ ചെയ്യാനും സാധ്യതയുണ്ട്. വിപിൻ ദാസ് ലാലേട്ടൻ പ്രൊജക്റ്റ് ലോക്കായെന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നല്ലോ. ആ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് വിപിൻ ദാസ് ആയിരിക്കില്ലെന്ന് ഒരു റൂമർ ഇപ്പോൾ വരുന്നുണ്ട്. പൃഥ്വിരാജ് ആയിരിക്കും ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബ്രോഡാഡിക്ക് ശേഷം പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോയിൽ നിന്നൊരു എൻ്റർടൈനർ സിനിമ വരാൻ പോകുന്നത് തന്നെ മനസ്സിലാക്കാം. പക്ഷേ ഇതൊരു റൂമറാണ്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ അപ്ഡേറ്റ്സ്. ഒരിക്കൽ കൂടി ലാലേട്ടന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു.